ദ നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഇത് ആഡപ്പ് ചെയ്തിട്ടുള്ളൂ. കൂടുതലായിട്ട് ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഗ്യാദർ ചെയ്ത് പഠിച്ചോളുക. ദ നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ ഓഗസ്റ്റ് 1987 കണ്ടെയ്ൻസ് ദ ആക്ഷൻ പ്ലാൻ ഫോർ ടാക്ലിംഗ് ദ പ്രോബ്ലം ഓഫ് ചൈൽഡ് ലേബർ. ഇപ്പം ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു, ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു പോളിസി നാഷണൽ ലെവലിൽ വരുന്നത് 1987 that is containing the action plan for tackling the problem of child labor. അത് ആദ്യത്തെ ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നത് ഇതൊരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പ്ലാൻ ആണ്. ഇറ്റ് ഇസ് എ ലെജിസ്ലേറ്റീവ് ആക്ഷൻ പ്ലാൻ. നോക്കി വെച്ചേക്കാം, ഇതൊരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പ്ലാൻ ആണ്. നമ്മൾ പഠിച്ചു അല്ലേ, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പഠിച്ചു. അതിൻ്റെ ഇയർ ഓർക്കുക, 1986 ആയിരുന്നു അല്ലേ. അതിലെന്താണ് പറഞ്ഞിരുന്നത്? എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ എംപ്ലോയ്മെൻറ്റ്സിനെ എന്ത് ചെയ്യുക? പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ചിൽഡ്രൻ ഇൻ സം അതർ എംപ്ലോയ്മെൻറ്റ്സ്, സർട്ടൻ എംപ്ലോയ്മെൻറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ആ ആക്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഫോക്കസിങ് ആൻഡ് കൺവെർജൻസ് ഓഫ് ജനറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ബെനിഫിറ്റിംഗ് ചിൽഡ്രൻ വെയർ എവർ പോസിബിൾ. A core group on convergence of various welfare schemes of the government has been constituted in the Ministry of Labour and Employment to ensure that families of the child labor are given priority for their upliftment. കൂടുതലൊന്നുമില്ല ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബറിനെ എന്ന് പറയുന്നൊരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചൈൽഡ് ലേബർ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അത്തരത്തിലുള്ള ഫാമിലീസ്, അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് നോക്കുക, അതിനൊരു പ്രയോറിറ്റി കൊടുക്കുകയും അതിനെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ഒരു മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പ്രോജക്റ്റ് ബേസ്ഡ് ആക്ഷൻ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ലോഞ്ചിങ് ഓഫ് പ്രോജക്ട്സ് ഫോർ ദ വെൽഫെയർ ഓഫ് വർക്കിംഗ് ചിൽഡ്രൻ ഇൻ ഏരിയാസ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ചൈൽഡ് ലേബർ. അപ്പം ചില ഏരിയാസിലൊക്കെ ഈ ചൈൽഡ് ലേബറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ബേസ്ഡ് ആക്ഷൻ പ്ലാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇൻ പേഴ്സ്യൂൻസ് ഓഫ് നാഷണൽ ചൈൽഡ് ലേബർ പോളിസി ദ NCLP, അതായത് നാഷണൽ ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് സ്കീമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഇതെന്താണെന്നുള്ളത്. ആദ്യം ഇത്രയും പഠിക്കുക, ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പഠിക്കാം. 1988 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്? നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1988 എന്തിനാണ്? ടു റീഹാബിലിറ്റേറ്റ് ചൈൽഡ് ലേബർ. ഓക്കെ, അതുമാത്രം ഇപ്പം നമുക്ക് പഠിക്കാം. ദ സ്കീം സീക്സ് ടു അഡോപ്റ്റ് എ സീക്വൻഷ്യൽ അപ്രോച്ച് വിത്ത് ഫോക്കസ് ഓൺ റീഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ വർക്കിംഗ് ഇൻ ഹസാർഡസ് ഒക്കുപ്പേഷൻസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് 1988 വന്നിട്ടുള്ള നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് സ്കീമിൻ്റെ എയിം എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ റീഹാബിലിറ്റേഷൻ ആണ്. അപ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള ഒക്കുപ്പേഷൻസിലും അതുപോലെ പ്രോസസ്സുകളിലും വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ റീഹാബിലിറ്റേഷനാണ് ഇതിൽ പറയുന്നത്. Then under this scheme, after a survey of child labor engaged in hazardous occupations and processes has been conducted, children are to be withdrawn from these occupations and processes and then put into special schools in order to enable them to be mainstreamed into formal schooling system. അപ്പോൾ ഇത് ഒരു സർവേയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കീം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് സർവേസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഹസാർഡസ് ഒക്കുപ്പേഷൻസിലും പ്രോസസ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളിലാണ് ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ആ ഒരു ഒക്കുപ്പേഷനിൽ നിന്ന് അവരെ വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് സ്പെഷ്യൽ സ്കൂൾസിൽ അവരെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരെ കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ എന്ത് ചെയ്യണം? മെയിൻ സ്ട്രീം ഫോമൽ സ്കൂളിംഗ് സിസ്റ്റത്തിലോട്ട് അവരെ കൊണ്ടുവരണം. അപ്പം പെട്ടെന്ന് ഒറ്റയടിക്ക് അവരെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. ആ ഒരു ഒക്കുപ്പേഷനിൽ നിന്നിട്ട് അവർ വിഡ്രോ ചെയ്യുമ്പോൾ ഉടനെ തന്നെ അവർക്ക് ഫോമലായിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അവർ സ്പെഷ്യൽ സ്കൂൾസിൽ കൊണ്ടുവന്ന് അവർ ആ ഒരു എൻവയോൺമെൻറ്റിനോട് ഒന്ന് അഡ്ജസ്റ്റഡായി വരുമ്പോഴാണ് പിന്നെയാണ് അവർക്ക് മെയിൻ സ്ട്രീം ഫോമൽ സ്കൂളിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുക. ഇത്രയാണ് നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ. വളരെ കുറച്ചായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇതാണ്.